ഇന്ന് ആളുകൾക്ക് വിവരം കൂടിയെന്ന് പറയുന്നു, പക്ഷെ കോമൺ സെൻസ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇന്ന് സ്കൂളുകളിൽ, കോളേജുകളിൽ അപകടകരമായ ഒരു ആശയം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ക് വിപരീതമായ, മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ആശയം ഇൻജക്റ്റ് ചെയ്യാണ്, നിർബന്ധിച്ച് കയറ്റാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഒരു ക്യാമ്പ് നടത്തി കേരള ഗവൺമെൻറ് സ്കൂളുകളിൽ. അവിടെ പഠിപ്പിച്ച ഒരു ആശയം സെക്സും ജെൻഡറും രണ്ടും രണ്ടാണ്. ജനിക്കുമ്പോൾ ഇങ്ങനെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ബയോളജിക്കലാണ്. പിന്നെ വരുന്ന പൗരുഷം, സ്ത്രൈണത, ഇത് സമൂഹം സൃഷ്ടിച്ചതാണ്, ഇത് ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്, ഇത് ബയോളജിക്കൽ അല്ല. അതുപോലെ തന്നെ ഇത് പ്രകൃതിപരമല്ല, ഇത് സൃഷ്ടിപ്പുപരമായിട്ടുള്ളതല്ല, മറിച്ച് അത് ചോയ്സാണ്, സമൂഹത്തിൻ്റെ സൃഷ്ടിയാണെന്നൊക്കെ പറയാണ്. ഇപ്പോൾ ഈ അടുത്ത ഒളിമ്പിക്സിൽ പോലെ ഒരു പ്രശ്നം നടന്നു. ഒരു ബോക്സിങ്ങിൽ കാണാം, വനിതാ വിഭാഗത്തിൽ മത്സരിച്ചൊരു വ്യക്തി ഒരു കാലത്ത് പുരുഷനായിരുന്നത്രേ. അപ്പം അത് അവരുടെ ചോയ്സാണെന്നും അത് ബയോളജിക്കലല്ല, സൃഷ്ടിപ്പുപരമല്ല എന്ന് പഠിപ്പിക്കുന്ന അപകടകരമായൊരാശയം. ഖുർആൻ പറയാണ്, വമാ ഖലഖ ദക്കറ വൽ ഉൻസ, പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച ഘടനയെ തന്നെ സത്യം. രാവും പകലും, വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല, രാത്രിയെ തന്നെ സത്യം, പകലിനെ തന്നെ സത്യം, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ഘടനയെ തന്നെ സത്യം. തീർച്ചയായിട്ടും നിങ്ങൾ വിഭിന്നമാണ്, തീർത്തും വ്യത്യസ്തരാണ്, നിങ്ങളുടെ പരിശ്രമങ്ങൾ വിഭിന്നമാണ്, നിങ്ങളുടെ മേഖലകൾ വിഭിന്നമാണ്. അപ്പോൾ അവിടെ ഖുർആൻ എതിരാകുന്ന കാര്യങ്ങളല്ല ഉപയോഗിച്ചത്, മറിച്ച് രാത്രിയും പകലിനെ ഉപയോഗിച്ചത്. പൂരകങ്ങളാവാണ്, രാത്രിയും പകലും ചേരുമ്പോഴാണ് ഒരു ദിവസം പൂർത്തിയാകുന്നത്. രാത്രിയുടെ ശാന്തതയും രാത്രിയിലുള്ള വിശ്രമവും രാത്രിയിൽ നടക്കുന്ന ഭൗമിക പ്രതിഭാസങ്ങളും അതിനോടൊപ്പം പകലിൻ്റെ വെയിലും ചൂടും പകലിലുള്ള പ്രതിഭാസങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതം സ്വസ്ഥമായി തീരുന്നത്. രാത്രിയും പകലും ചേർന്നാണ് ഒരു ദിവസം പൂർത്തിയാകുന്നത്. അങ്ങനെ രണ്ടും ചേർന്ന് പൂർണ്ണമായ ഒന്നായി മാറുന്ന അന്നിസാ ഷഖായിഖുർ റിജാൽ, പെണ്ണ് ആണിൻ്റെ പൂരകമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആശയം ഇന്നിപ്പോൾ ജെൻഡറുകൾ എണ്ണി തീരുന്നില്ല, എന്തൊക്കെയോ ജെൻഡറുകൾ. അങ്ങനെ ആൺ പെൺ എന്ന സ്വത്വത്തെ നിരാകരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ആണും പെണ്ണും ചേർന്ന് വലിയ ഒന്നായി മാറുന്ന നിക്കാഹ് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി ദിവസേന വർദ്ധിച്ചാണ്. ഇന്ന് നമ്മളത് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ പലപ്പോഴും കല്യാണം താമസിപ്പിക്കുന്നു. കഴിയുന്നവർ നേരത്തെ വിവാഹം ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പം, ഇല്ലെങ്കിൽ ദൂരവ്യാപകമായ കുഴപ്പങ്ങളുണ്ടാകും എന്ന് ദീൻ പഠിപ്പിക്കുമ്പം, ദീനിൻ്റെ അധ്യാപനത്തെ മാറ്റിവെച്ച് പാശ്ചാത്യരെ അറിയാതെ പിൻപറ്റി പോകുന്ന സാഹചര്യം മുസ്ലിമീങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, യാ മഅശറ ശബാബ്, യുവ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ഒരു കുടുംബത്തെ പോറ്റാൻ സാധിക്കുന്നവൻ വിവാഹം ചെയ്യണം. ഒരു 21 വയസ്സാകുമ്പോഴേക്ക് ഒരു ആൺകുട്ടിയുടെ കയ്യിൽ നിക്കാഹ് ചെയ്ത ഒരു പെൺകുട്ടിയുടെ കൈ ഉണ്ടായിരിക്കണം. അതവർക്ക് കോട്ടയാണ്. ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്, അതവരുടെ കണ്ണിനെ സൂക്ഷിക്കുകയും അവർക്ക് സ്വകാര്യ ജീവിതത്തിൽ കോട്ട കെട്ടുകയും ചെയ്യും. ചിട്ട വരും. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, രാത്രി വീട്ടിൽ കയറാത്ത ആൺകുട്ടികളൊക്കെ ഒന്ന് കല്യാണം കഴിപ്പിച്ചാൽ 9 മണിയാകുമ്പോഴേക്ക് കോള് വരും, മനസ്സിലല്ലേ, വീട്ടിൽ നിന്ന്. അപ്പം പറയും, ചങ്ങായി ഇവിടെ പറയും, ഒന്ന് പോകാനുണ്ട്, വീട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്, വേഗം വീട്ടിൽ തിരിച്ചെത്തും. എല്ലാത്തിനും അടുക്കും ചിട്ടയുണ്ടാകും. ഇന്നിതിനെക്കുറിച്ച് നെഗറ്റീവ് പ്രോപ്പഗണ്ട ഉണ്ട് സ്കൂളുകളിൽ, കോളേജിൽ പഠിപ്പിക്കാൻ അധ്യാപകന്മാർ, പെൺകുട്ടികളോട് പ്രത്യേകിച്ച്, നിങ്ങൾ കല്യാണം കഴിക്കരുത്, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ തകരുമില്ല. നിങ്ങളെ സ്വപ്നങ്ങളെ താലോലിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടും. ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിൽ ആരും ഇടപെടരുതെന്ന് ദീൻ പഠിപ്പിക്കുകയാണ്. ആരും ഇടപെടരുത്, ഭർത്താവിൻ്റെ ഉമ്മ ഇടപെടരുത്, ഉപ്പ ഇടപെടരുത്, അയൽവാസികൾ ഇടപെടരുത്, പെങ്ങന്മാരും ഇടപെടരുത്. അവരെ ഒരു നാച്ചുറൽ ബോണ്ടാണ്. ഇപ്പോൾ സാധാരണ എല്ലൊടിഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു പ്ലാസ്റ്റർ കെട്ടും. ആ പ്ലാസ്റ്റർ എന്തിനാണെന്നറിയോ, ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ്. കൈ നേരെയാകുന്നത് അത് വെറുതെ വിട്ടാൽ തന്നെ അത് നേരെ ആയിക്കോളും. ഇതേപോലെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ അല്ലാഹു തആല പ്രത്യേകിച്ച് അത് ആദ്യത്തെ സ്നേഹവും ആദ്യത്തെ പ്രേമവും ആകുമ്പോൾ, ഇന്ന് പലരുമായിട്ട് പല റിലേഷൻഷിപ്പിലൊക്കെ ആയി കുറേ ഷിപ്പൊക്കെ തകർന്ന് പിന്നെ അവസാനം കല്യാണം കഴിക്കുമ്പോൾ ഉറപ്പില്ല, കല്യാണം നടക്കുമെന്നൊരു ഉറപ്പില്ല. കല്യാണത്തിൻ്റെ ഡേറ്റ് കുറിച്ച് പന്തല കിട്ടാൽ പോലും കഴിഞ്ഞാലും പറയാൻ കഴിയില്ല, കാരണം എന്തൊക്കെയാണ് പുറത്തു വരാമെന്ന് പറയാൻ കഴിയില്ല. കുറച്ച് കുട്ടികളൊക്കെ ഇവർ നല്ല നിലക്കാന്നുള്ളത് 2-3 വർഷം കാത്തു നിന്നിട്ടേ പറയാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കണം. അവിടെയാണ് ദീനിൻ്റെ പ്രസക്തി. ഹലാലായ ബന്ധം മാത്രമെന്ന് പറയുമ്പം ഒരു മനുഷ്യൻ നിർബന്ധിതനാണ് അതിൽ തൃപ്തിപ്പെടാനും അതിൽ സന്തോഷം കണ്ടെത്താനും. ഇതിനപ്പുറം എനിക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന, തഖ്വയുള്ളവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ബന്ധം, അത് ലോകത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. മവദ്ദത്തൻ വറഹ്മത്ത് എന്ന് ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ്, നിങ്ങൾ പരസ്പരം ഇഴകിച്ചേർന്നവരാണ്. വസ്ത്രം എന്ന് പറയുമ്പം ന്യൂനതയെ മറച്ചു വെക്കും, സൗന്ദര്യം പ്രദാനം ചെയ്യും, ചൂടുന്നും തണുപ്പെന്നൊക്കെ സംരക്ഷണം നൽകും. അത്തരത്തിൽ ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ് പരസ്പരം വസ്ത്രങ്ങളാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്.
ആ രീതിയിലാണ് നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു, ആ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഇല്ലാതിരുന്നാൽ, ജീവിതത്തിലുള്ള ദുർനടപ്പുകൾ ഇല്ലാതിരുന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ദിവസം കഴിയും തോറും സ്നേഹം വർദ്ധിക്കുന്ന എന്നല്ല, എല്ലാം മവദ്ദത്തൻ വറഹ്മത്തൻ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടാൽ പോലും, സമ്പത്തൊക്കെ നോക്കിയിട്ടാണ് കെട്ടിയത്, പക്ഷെ സമ്പത്തൊക്കെ പോയാൽ പോലും മവദ്ദത്ത് ഇല്ലാത്തപ്പോൾ റഹ്മത്ത് വർക്ക് ചെയ്യും, സ്നേഹം ഇല്ലാത്തപ്പോൾ കാരുണ്യം വർക്ക് ചെയ്യും. അങ്ങനെ അത്ഭുതകരമായ ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ളത്. ഫിർഔനെ പോലെ നന്നാക്കാൻ ഭാര്യയ്ക്ക് പറ്റുമെന്ന് ഖുർആൻ പറയാണ്. ഒരു ഫിർഔൻ, അക്രമിയായ ഫിർഔൻ കുട്ടികളെ കൊല്ലാൻ തീരുമാനിച്ചു. യുഖത്തിലു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും, ആൺകുട്ടികളെ കൂട്ടക്കൊല ചെയ്യുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഫിർഔൻ്റെ തീരുമാനം? ഒരു കുട്ടി ജനിക്കാനുണ്ട് ഇസ്രായേൽ സന്തതിയിൽ, മൂസ ആ കുട്ടി ജനിക്കാൻ പാടില്ല. അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളെ കൊന്ന ഫിർഔൻ്റെ മുമ്പിലേക്ക് മൂസാ നബി വരികയാണ് ഒരു പെട്ടിയിലായിട്ട്. മൂസാ നബി ഫിർഔൻ കൊല്ലാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഭാര്യ ഇടപെട്ടു. ഭാര്യ പറഞ്ഞ 4 വാക്കുകൾ കാരണം ഫിർഔൻ തീരുമാനം മാറ്റി. എല്ലാ സ്ത്രീകളും പഠിച്ചു വെക്കേണ്ട ഒരു ഐഡിയ ആണിത്. ഭർത്താവിനെ കുപ്പിയിലാക്കാൻ, ഭർത്താവിനെ നിങ്ങളെ പെറ്റാക്കി മാറ്റാൻ വേണ്ടത് തലയണ മന്ത്രമാണ്. സ്ത്രൈണ സ്വഭാവത്തോടെ കെഞ്ചി പറഞ്ഞില്ല, ദേഷ്യം പിടിച്ച് പറഞ്ഞാലൊന്നും ഒരുപക്ഷെ ഭർത്താക്കന്മാർ കേട്ടോളുന്നില്ല. ദേഷ്യം പിടിച്ച് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്താൽ, ചിലപ്പോൾ അത് വായിക്കാണ്ട് വിട്ടുകളെ, ഒന്നും ഏശാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കുശാഗ്ര ബുദ്ധിക്കാരനായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പുരുഷൻ്റെ ബുദ്ധിയെ പരിഭ്രമിപ്പിച്ച് കളയാൻ പെണ്ണിന് പറ്റും. അദ്ഹബ ലിലുബ്ബി റജുലിൽ ഹാസിം, ഒരു ഉറച്ച തീരുമാനമുള്ള ആണിൻ്റെ ബുദ്ധിയെ പരിഭ്രമിപ്പിച്ച് കളയാൻ പറ്റുന്നതാണ്. എറണാകുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഭാര്യ 2 വർത്തമാനം പറയുമ്പോൾ അറിയാണ്ട് മംഗലാപുരത്തെത്തും. അവിടെ എത്തുമ്പോഴാണ് തിരിയുക എറണാകുളത്ത് പോകണമെന്നാണ് തീരുമാനിച്ചത്. ഭാര്യ പറഞ്ഞു, തൽക്കാലം വേണ്ട, നമ്മൾ അന്ന് പോയതല്ല, ഇന്ന് മംഗലാപുരത്ത് പോകാൻ അറിയാതെ മംഗലാപുരത്ത് എത്തിപ്പോവും. ആ കഴിവ് അല്ലാഹു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫിർഔനോട് ഭാര്യ പറഞ്ഞു, ഖുർറത്തു ഐനില്ലി വലക്, നല്ല കാണാൻ മുഞ്ചുള്ള കുട്ടിയാണല്ലോ, ലാ തഖ്തുലുഹു, ഈ കുട്ടിനെ നിങ്ങൾ കൊല്ലരുത്. ഈ കുട്ടിനെ കൊല്ലാൻ വേണ്ടിയാണ് എല്ലാവരും കൊന്നത്, പക്ഷേ ഇതിനെ നിങ്ങൾ കൊല്ലരുത്. അസ അൻ യൻഫഅന, നമുക്ക് ഉപകാരമുള്ള കുട്ടിയായിരിക്കും. ഔ നത്തഖിദഹു വലദ, അല്ലെ നമുക്കൊരു മോനാക്കിയാലോ ഇവനെ. ഇത് കേട്ടപ്പോഴേക്ക് ഫിർഔൻ തീരുമാനം മാറ്റി, ഈ കുട്ടിനെ കൊല്ലണ്ടാൻ തീരുമാനിച്ചു. അപ്പോൾ ഏത് ഫിർഔന്മാരും ഭാര്യയിലൂടെ നന്നാകും എന്നർത്ഥം. ആ കഴിവ് അല്ലാഹു തആല ഭാര്യമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭാര്യമാരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അത് മറക്കാനുള്ള കഴിവ് ഭർത്താവിൻ്റെ ആശ്വാസ വാക്കുകൾക്കും അവരുടെ തലോടലിനുമുണ്ട്. ഈ ബന്ധമാണ്, ഈ ഒരു അഭേദ്യമായ ബന്ധം. ഫിർഔൻ ഒരു പക്ഷേ സദസ്സിൽ എല്ലാവരും പറഞ്ഞാലും, എല്ലാ മന്ത്രിമാർ പറഞ്ഞാലും പോലും കേൾക്കാത്ത ഫിർഔനാണ് ഭാര്യ 4 വർത്തമാനം പറഞ്ഞപ്പോഴേക്ക് മൂസാ നബിയെ കൊല്ലണം തീരുമാനിക്കുകയും പാല് കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. ഈ രീതിയിലുള്ള നല്ല ഇസ്ലാമിക ബന്ധം, ഇതിൽ ദീൻ വരുമ്പോഴാണ് ഈ ബന്ധം പൂർത്തിയാകുന്നത്. നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന കഅബ നല്ല കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 5 നേരം നമ്മൾ നമസ്കരിക്കുന്നത് കഅബക്ക് നേരെയാണ്. ആ കഅബ നമുക്ക് കുടുംബജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉപ്പ പണിത കഅബയും ഉമ്മ ഓടിയ സഫാ മർവയും കുഞ്ഞിന് നൽകിയ സംസം എന്നൊക്കെ പറയുമ്പം ഒരു ഈമാനിക കുടുംബം എന്തായിരിക്കണം എന്നുള്ള മാതൃക കഅബയിലൂടെ, സഫാ മർവയിലൂടെ, സംസമിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കും. അതാണ് നമ്മളുടെ ഖിബില. ആ രീതിയിൽ നല്ല ഇസ്ലാമിക കുടുംബമായി മാറാൻ അള്ളാഹു തആല സാലിഹ് ഇഖ്ബാലിനും അതുപോലെ ആയിഷ ദിൽന ദമ്പതികൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുടുംബജീവിതത്തെ സമൂഹത്തിൽ മാതൃകയാക്കി വളർത്താനും അനിസ്ലാമികമായ പാശ്ചാത്യ അല്ലെങ്കിൽ പൈശാചിക ആശയങ്ങൾ, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, വിവാഹേതര ലൈംഗിക ബന്ധമാകാമെന്ന് പഠിപ്പിക്കുന്ന കോടതികളും ഒക്കെ ഉള്ളപ്പം ശരിയായ കുടുംബം എന്താണെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന മാതൃകാ കുടുംബങ്ങളെ വളർത്തിയെടുക്കാൻ അള്ളാഹു ഇസ്ലാമിക സമൂഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നിക്കാഹിൻ്റെ അമലിലേക്ക് കടക്കാം. عذبا يناجي نجم السماء زوجا حبا ربي تعالى خلقا كريما عقلا جمالا